ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് ചെമ്മീനിനകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരുമ്മി വെച്ചേക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കുക്ക് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഇരുളുള്ളതുകൊണ്ട് എനിക്ക് ഒരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോൾ ചില ഭാഗങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കാണിക്കുന്നതൊക്കെ ഭയങ്കര ലൈറ്റിൻ്റെ ഇത് കാരണം ശരിക്കും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ കുറേ അപാകതകൾ ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പുറത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ബിരിയാണിക്കുള്ള സവോള വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു എണ്ണ ഒഴിച്ചു അതിലേക്ക് സവാള ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശകലം ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളതിലേക്ക് സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടോ, ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് സവാളയൊക്കെ ഒന്നും കാണാനേ പറ്റുന്നില്ല. സവാള അവിടെ നിന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഈ അപ്പുറത്തെ പാനിനകത്ത് എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു കഷ്ണം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് കാഷ്യൂവും മുന്തിരിയും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട്, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവാള ഏകദേശമൊക്കെ വഴന്ന് വരുന്നുണ്ട്. മാറി മാറിയാണ് കേട്ടോ ഞാനിതിൽ പാചകം ചെയ്യുന്നത്. ഇതിപ്പോൾ കാഷ്യൂവും മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വറുത്ത് കോരി ബട്ടർ ആയതുകൊണ്ടാണ് കേട്ടോ എണ്ണയുടെ കളറ് ആ ഒരു കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ബേ ലീഫ് ഇത്രയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, കഴുകി വെച്ചിരിക്കുന്ന അരി. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ആ ലൈറ്റിൻ്റെ ഒരു ഇതിൽ ക്ലിയറായിട്ട് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ആ റൈസൊന്നും നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേ. ലൈറ്റ് ഉള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനകത്തോ ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്തത്. അപ്പോൾ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ആദ്യം തിളയ്ക്കാനായിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനതിലേക്ക് കാശ്മീരി മുളക് പൊടി, ഗരം മസാല, അല്പം കുരുമുളക് പൊടി ഇവയൊക്കെയാണ് കേട്ടോ പൊടികളായിട്ടുള്ളത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പം നമ്മൾ ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുകയുണ്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ വേവാനായിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ചെമ്മീൻ റോസ്റ്റ് തന്നെയാണ് കേട്ടോ അത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ തക്കാളി എന്ത് ചെയ്തിട്ട് ഉടയുന്നില്ല. അപ്പോൾ ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് തട്ടിപ്പൊത്തി ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബിരിയാണിയിലേക്കുള്ള ഗ്രേവി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി അപ്പുറത്തെ അടുപ്പിലെ ബിരിയാണി നമുക്ക് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ദം ചെയ്യാനായിട്ട് ഇടണം. എനിക്ക് റൈസൊക്കെ നല്ല കറക്റ്റ് വേവിന് കിട്ടി കേട്ടോ. വീണ്ടും ഞാൻ ഓർക്കാതെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയതാണ് കേട്ടോ, അത് ക്ലിയർ അല്ലാത്ത. അപ്പോൾ ഇത് നമ്മൾ അതേ പാൻ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കറിയാമല്ലോ സവാള വറുത്ത് വെച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഞാനൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ട് ദം ചെയ്തെടുക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഈസിയാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചെമ്മീൻ ബിരിയാണി അങ്ങനെ സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.